പിന്നെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ഇത്ര ഗതിയില്ലാതായി പോയി എന്ന് കേരളത്തിലെ എല്ലാവരും അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. 10 ലക്ഷത്തിന് എന്റെ മകന് തന്നെ ഇപ്പോ ഈശ്വരാധീനം കൊണ്ട് സാലറി ഉള്ളത് എത്രയാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ദൈവത്തിന്റെ മുന്നിൽ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത, ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു അമ്മയാണ്. പക്ഷേ ആത്മാഭിമാനം കൊണ്ട് എപ്പോഴും തല നിവർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു മകൻ, നല്ല ശമ്പളം പറ്റുന്ന ഒരു മകനുള്ള ഒരു അമ്മയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും എന്റെ മകനോടല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ ചികിത്സിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എനിക്കത് തോന്നി. കാരണം വിലപിടിപ്പുള്ള ഒരു മരുന്ന് അത് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് 3 ദിവസത്തിനുള്ളിൽ ഞാൻ എന്റെ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചത്. അതിനെയാണ് ഇത്ര ദൂരത്തിലേക്ക് നന്ദകുമാർ കൊണ്ടുപോയത്. നന്ദകുമാറിന്റെ പ്രശ്നം അതല്ല. നന്ദകുമാർ പറഞ്ഞു ജയരാജനെ അകത്ത് കയറ്റുന്നതിന് മുമ്പ് നന്ദകുമാറിനെ അകത്തേക്ക് കയറ്റണം. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ഈ കോടികളുടെ കഥ പറയാൻ നന്ദകുമാർ ആഗ്രഹിച്ചു. അത് ശോഭാ സുരേന്ദ്രന്റെ അടുത്ത് നടക്കില്ല. നമ്മൾ 3 പേര് ഒരുമിച്ച് കയറും, അത്രയല്ലേ പറ്റുള്ളൂ. പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ചായ കുടിക്കാനിരുന്നപ്പോ, ഞങ്ങളെന്ന് ഇപ്പൊ അതിൽ പറയുന്നുള്ളൂ, 3 പേര് ഒരുമിച്ച് ചായ കുടിക്കാനിരുന്നപ്പോ പവലിയൻ ബുക്ക് ചെയ്തത് അഖിലേന്ത്യാ ലീഡർഷിപ്പാണ്. അതായത് ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ വരുന്ന അഖിലേന്ത്യാ ലീഡറാണ് പവലിയൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. നന്ദകുമാറിന്റെ കഴിവ് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബുക്ക് ചെയ്ത കസേരയിൽ നിന്ന് മാറി നന്ദകുമാർ മൂലയിലാണ് പോയിരുന്നത്. കാരണം അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നിഴലിൽ നടത്താൻ നന്ദകുമാറിനെ ഞാൻ ഇനി അനുവദിക്കില്ല. നിഴലിൽ നടക്കില്ല താൻ, അത്രയേ ഉള്ളൂ. ഇപ്പൊ ബാക്കി പിന്നീട് പറയാം. അത് എന്നോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ജയരാജും ബഹുമാനപ്പെട്ട ജയരാജനും നന്ദകുമാറും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി. ശോഭാ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് 2 ഫ്ലൈറ്റല്ലേ ഉള്ളൂ ഒരേ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റോ, എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നാണ് ഞാൻ സാധാരണ ഡൽഹിയിലേക്ക് പോവാറ്. അപ്പൊ എന്നോട് അപേക്ഷിച്ചു ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും കൊച്ചിയിൽ നിന്ന് വരരുത്, പോകുന്നത് ചെന്നൈ ടു ഡൽഹി, ഡൽഹി ടു ചെന്നൈ, കൊച്ചി, അങ്ങനെയാണ് ഞാൻ വന്നത്. ഞാനത് കേട്ടു. കാരണം അതെന്താണ്, എന്റെ പാർട്ടിക്കകത്തേക്ക് ഒരു വലിയ ആൾ വരുന്നു, ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കണ്ടേ. അത് അദ്ദേഹത്തെ ഞാൻ കണ്ടില്ല. ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് ഞാൻ കണ്ടത്. അവരെ ഒരു ഫ്ലൈറ്റിൽ പോയോ, ഒരു സീറ്റിലിരുന്നോ, ഇതൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ടിക്കറ്റ് അയച്ചു തന്നു. അതിന് ഞാൻ മറുപടി കൊടുത്തതൊന്ന് വന്ന് വായിക്കണം, ഒന്ന് വായിക്കണം. ഞാൻ കൊടുത്ത മറുപടി ഒന്ന് വരണം. ഒന്ന് വായിക്കണം. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നിങ്ങൾ ഇതെല്ലാം വാർത്ത കൊടുക്കണം. നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം വാർത്ത കൊടുത്താൽ പോരല്ലോ. അല്ല, ഒന്ന് നോക്കണം. അല്ല, ഞാൻ വായിച്ചാ പോരാ, കാണണം. ഇത് നെല്ലാൾ നന്ദകുമാറിന്റെ ഫോൺ നമ്പർ, ദുബായ് നമ്പറാണ്. സാധാരണ നാട്ടും പുറത്തുള്ള ജനങ്ങളെ പോലെ ഒരു കേരള നമ്പർ ഉപയോഗിക്കില്ല. കള്ളനാണെന്നതിന് ഇതിൽ വലിയ തെളിവെന്താണ്? ഒരു കേരള നമ്പർ ഇല്ല. ശോഭാ സുരേന്ദ്രന്റെ ഒരേ ഒരു നമ്പർ, ആ നമ്പർ നഷ്ടപ്പെട്ട അടുത്ത നമ്പർ, അത് കേരള നമ്പർ. ഈ കേരളത്തിൽ ജീവിക്കുന്ന വലിയ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചു എന്ന് പറയുന്ന ദല്ലാളിന്, നന്ദകുമാറിന് സ്വന്തമായിട്ടൊരു കേരള നമ്പർ ഇല്ല, ദുബായ് നമ്പറാണ്. ഈ നമ്പർ +971 5096934662. അതിൽ ഈ ടിക്കറ്റ് അയച്ചിരിക്കുന്നു. എത്ര തവണ എന്നെ വിളിച്ചിരിക്കുന്നു നോക്കൂ. 1 2 3 4 5 2 മെസ്സേജ് അയച്ചത് അദ്ദേഹം തന്നെ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. സംശയമുള്ളവർക്ക് ഇവിടെ ഒന്ന് നോക്കാം. ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിൽ അമ്പലത്തിൽ വന്ന് ക്ഷണിച്ചത് പത്രവാർത്തയായതിന്റെ ന്യൂസ് എനിക്ക് അയച്ചിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂസ് അയച്ചിരിക്കുകയാണ്. ഇത് തിരിച്ചു വരാനായിട്ട് ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക്, എന്റെ ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ടിക്കറ്റാണ് ഡെലിറ്റ് ചെയ്ത് കളഞ്ഞത്. ഇത് ചെന്നൈ ഡൽഹി ഡേറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എഴുതി, നിങ്ങളൊന്ന് വരണം, ഒരാൾ വരണം. വരൂ. അല്ല, പറ്റില്ല, അങ്ങനെ വേണ്ടല്ലോ. ഞാൻ എഴുതി ടിക്കറ്റ് പൈസ എല്ലാം, 2 ടിക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു. ടിക്കറ്റ് പൈസ എല്ലാം നമുക്ക് ലാൻഡ് പൈസയിൽ കുറയ്ക്കാം. ടിക്കറ്റ് ചെന്നൈക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി അയാൾ ചെന്നൈയിലേക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ.
അപ്പൊ ഇത്രയും, അതായത് ഒരാള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങി തന്നത് പോലും ഞാൻ എന്റെ ഭൂമി 8 സെന്റ് ഭൂമി വിറ്റ് അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുമ്പോ അയാളുടെ നിഴലിൽ നിന്നുകൊണ്ടുള്ള ഈ കളിയുണ്ടല്ലോ, അത് എന്താണെങ്കിലും ഞാൻ അതിനെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം നന്ദകുമാറിനെ ഇറക്കിയതിന്റെ പിറകിൽ പ്രവർത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടി അതിനകത്തുണ്ട്. നന്ദകുമാറിന് KC വേണുഗോപാലുമായിട്ടും കൂട്ടാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരുമായിട്ടും കൂട്ടാണ്. അല്ല, അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ടാണ്. ഇപ്പൊ MT രമേശ് പറഞ്ഞല്ലോ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം എന്താണ്? MT രമേശ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കേരളത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇടപെടേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ജോലി എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഈ നന്ദകുമാർ എന്ന് പറയുന്നവന് ഭ്രാന്തുമാണ്, പണം കിട്ടാനുള്ള ആർത്തിയുമാണ്. പക്ഷേ ഞാൻ ആകെ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് സന്തോഷം. കാരണം തലപ്പൊക്കമുള്ള ആളുകളൊക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, തലപ്പൊക്കമുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരിക്കൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് കടലോര മേഖലയിലെ അമ്മമാര് സമരരംഗത്തായിരുന്നു. യൂജിൻ പെരാരജി, അതുപോലെ തന്നെ തോമസ് നെറ്റോ പിതാവ് ഉൾപ്പെടെയുള്ളവര് ആ സമയത്ത് സമരരംഗത്ത് നിൽക്കുകയായിരുന്നു. ഈ സമരരംഗത്ത് നിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ വിഷയം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരൺ അദാനിയുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പൊ കരൺ അദാനിയുമായിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും എനിക്ക് അതുപോലെ തന്നെ പിതാക്കന്മാരുമായിട്ടും എനിക്ക് സംസാരിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. ആ സമയത്ത് ഒരാൾ എന്നോട് പറയുകയാണ്, അദാനിയുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് ഈ പറയുന്ന ആൾ. എങ്ങനെയാ ഈ ബന്ധമുണ്ടാക്കുന്നത്? ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഞാൻ പിന്നെയാണ് പഠിച്ചത്. അതായത് എന്നെ സത്യത്തിൽ ഈ വലിയ നേതാവിനെയും എന്നെയും വെച്ച് വിലപേശാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചുകൊണ്ടാണല്ലോ ഇത് പരിപൂർത്തിയിലെത്താഞ്ഞത്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി, നന്ദകുമാറിനെ കുറിച്ച്. അങ്ങനെ പഠിച്ചു നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഫ്ലൈറ്റിൽ വലിയ വലിയ ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ അയാൾ ഏത് സീറ്റിലാണ് ഇരിക്കുന്നത് എന്ന് നോക്കും. അയാൾ അരികിൽ പോയിരിക്കും, ബിസിനസ് ക്ലാസ്സിൽ പോയിരിക്കും. പിന്നെ അദാനി വന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ ജാവേദ് ഖർജിയെ കാറിൽ കയറ്റിയത് എന്ന് പറയുന്നത്. ജാവേദ് ഖർജിക്ക് എന്താ അറിയാം, അദ്ദേഹം കേരളത്തിൽ വന്ന് ഇറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു വണ്ടിയാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം ഒരുപക്ഷെ കയറിയിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ദൃശ്യമൊന്നും കണ്ടിട്ടില്ല, അത് ഇയാൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോ ഇതൊന്നുമല്ല ശരി. നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുകയാണെങ്കിൽ പരസ്യമായിട്ട് പൊതുപ്രവർത്തനം നടത്തുക, രാഷ്ട്രീയപരമായിട്ട് ഏറ്റുമുട്ടാനുണ്ടെങ്കിൽ ഏറ്റുമുട്ടാൻ തയ്യാറാവുക. അല്ലാതെ സത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളവ് കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിട്ട് ഒരു കാര്യവുമില്ല.